friends, welcome to C&A Tips. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ടൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കുറച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ DC സോളാർ വീഡിയോസ് കണ്ട് നിറയെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനിടയായി. അതിനകത്ത് ഒരു മെയിൻ കമൻറ്റ്, ഫസ്റ്റ് കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ ആൻസർ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ AC കേബിൾ പോകുന്ന എക്സിസ്റ്റിംഗ് കോൺഡ്യൂട്ടിൽ കൂടെ DC കേബിൾ നമ്മൾ ഈ DC സിസ്റ്റം വയറിംഗ് ചെയ്യാൻ വേണ്ടി വലിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിനുള്ള ആൻസർ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പറയാം. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ രീതിയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഇച്ചിരൂടെ പെട്ടെന്നൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന AC വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടാണ്. ഇൻഡസ്ട്രിയൽ ലെവലിൽ ചിന്തിക്കുമ്പോൾ അതിനകത്ത് HV കേബിൾ ഉണ്ട്, അതായത് ഹൈ വോൾട്ടേജ്. അതായത് നമുക്ക് ഇപ്പം അതിനകത്ത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ 230 വോൾട്ട് എന്നൊക്കെ പറയുന്നത് LVയിലാണ് കൺസിഡർ ചെയ്യുന്നത്, അതായത് ലോ വോൾട്ടേജ്. അതായത് ഈ പറഞ്ഞ പോലെ പിന്നെ 12 വോൾട്ട്, 24 വോൾട്ട്, 36 വോൾട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസ്റ്റാളേഷൻ ലെവലിലായാലും ഒരു ഇൻഡസ്ട്രിയൽ ലെവലിൽ അത് എക്സ്ട്രാ ലോ വോൾട്ടേജ് രീതിയിൽ പോകും, എക്സ്ട്രാ ലോ വോൾട്ടേജ് കാറ്റഗറിയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ചില ഹയർ ലെവലിൽ ചിന്തിക്കുന്നവർക്ക് തോന്നും ഈ 230 വോൾട്ടും ഈ പറഞ്ഞ 24 വോൾട്ടും അല്ലെ ഈ 12 വോൾട്ടും നമുക്ക് ഒറ്റ കോൺഡ്യൂട്ടുകളെ ഇട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും നോയ്സ് ഇഷ്യൂസ് വരുന്നില്ലെന്ന് ചിലർക്കൊക്കെ അറിയാം. സംഭവം ശരിയാണ്, പക്ഷേ നമ്മുടെ ഈ DC സോളാർ സിസ്റ്റത്തിൽ ആ ഒരു പ്രോബ്ലം ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. കാരണം നമ്മുടെ DC സോളാർ സിസ്റ്റത്തിൽ 12 വോൾട്ട് 24 വോൾട്ടേജ് എന്ന് പറയുന്നത് പവർ സോഴ്സ് ആണ് പോകുന്നത്. അതായത് അത് ജസ്റ്റ് കേബിൾ എന്ന് പറഞ്ഞാൽ പവർ കേബിൾ ആണ്. ഓക്കെ, ഈ നോയ്സ് ഇഷ്യൂ എപ്പോഴാണ് വരുന്നതെന്ന് എഫക്ട് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ 230 വോൾട്ടേജ് പോകുന്ന ലൈനിൽ നമുക്ക് ഒരു സിഗ്നൽ കേബിൾ, എക്സാമ്പിൾ അനലോഗ് സിഗ്നൽസ് ആയിക്കോട്ടെ, ലൈക്ക് ഇപ്പോൾ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ ലൈനോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സെൻസേഴ്സ് വയേഴ്സ്, അതേപോലെ വൈബ്രേഷൻ്റെ കേബിൾസ്, അങ്ങനെയുള്ള സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള കേബിൾസ് പോകുമ്പോൾ അതിനകത്ത് ചില ഫ്ലക്ച്വേഷൻ, അതായത് ഈ പറയുന്ന നോയ്സ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ സിഗ്നൽസിനെയും അതിൻ്റെ പാരാമീറ്റേഴ്സിനെയും ഡിസ്റ്റർബ് ചെയ്യാനുള്ള ചാൻസ് ഇങ്ങനൊരു ഇഷ്യൂവിൽ വരും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു സാധനം പേടിക്കാനില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് ജസ്റ്റ് 12 വോൾട്ട് 24 വോൾട്ട് പവറാണ്. ഓക്കെ, അവിടെ വേറെ സിഗ്നൽ കൺവേർഷനോ അങ്ങനെയുള്ള പ്രോബ്ലംസോ ഇല്ല. പിന്നെ സിഗ്നൽ കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രൻസിക്കലി സേഫും അങ്ങനെ നോൺ ഇൻട്രൻസിക്കലി സേഫ് അങ്ങനെ പറഞ്ഞ പോലെ പല കാറ്റഗറീസ് ഉണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ ആ ഒരു സംഭവത്തെ പറ്റി ബോധറാവേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ DC കേബിൾ വലിക്കുമ്പോഴത്തേക്ക് പഴയ കേബിൾ AC കേബിളിൻ്റെ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ അത് ഇച്ചിരി റിസ്കി ഫാക്ടറാണ്. കാരണം നമ്മൾ എപ്പോഴും DC കേബിൾ വലിക്കുമ്പോൾ ഓരോ ജംഗ്ഷൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഒരു പ്രിലിമിനറി ടെസ്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം. എക്സിസ്റ്റിംഗ് കേബിൾസിൻ്റെ അവിടെ ജോയിൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. പിന്നെ DC കേബിൾ വലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ DC കേബിളിന് നിങ്ങൾ നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ് കേബിൾസ് മേടിക്കുക. എസ്പെഷ്യലി ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റീവ് ഉള്ള കേബിൾസ് മേടിക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കേബിളാണ് അപ്പാർ എന്ന് പറയുന്ന ഒരു കേബിൾ. ആ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സോൾഡറിങ്ങാണ് വെച്ച് ചൂടാക്കിയാൽ പോലും അത് ഉരുകത്തില്ല. കാരണം അത്രയ്ക്ക് നല്ല ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും അതുപോലെ റെസിസ്റ്റൻസ് കുറവായിട്ടുള്ള ഒരു കേബിളാണ് ഈ പറഞ്ഞ അപ്പാറിൻ്റെ കേബിൾ. ഞാൻ DC സിസ്റ്റത്തിലൊക്കെ കൂടുതലും യൂസ് ചെയ്ത് ഒത്തിരി കേബിൾസ്, കമ്പനിയുടെ കേബിൾസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്തത് അപ്പാറാണ്. ഓക്കെ, അപ്പം DC സിസ്റ്റം ചെയ്യുമ്പോൾ AC കോൺഡ്യൂട്ടിയുടെ കേബിൾ വലിക്കുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഈ പ്രോബ്ലം വരാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ DC സോളാർ സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ AC-യും DC ആയിട്ട് ഐസൊലേറ്റഡ് ആണ്. കാരണം DC-യുടെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ബാറ്ററിയിലാണ് അതിൻ്റെ റെഫറൻസ് പോകുന്നത്. ഓക്കെ, പക്ഷേ AC-യിലാവുകയാണെങ്കിൽ നമ്മുടെ AC സപ്ലൈ ഏതെങ്കിലും ഇതുമായിട്ട് ഷോർട്ട് ആവണം, അത് ന്യൂട്രലായിട്ട് ബന്ധമുള്ളപ്പോഴാണ് ഫയറിംഗ് ഒക്കെ വരുന്നത്. ഇൻ കേസ് ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുക, അങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ DC സിസ്റ്റം ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തു.
ഓക്കെ, അത് വേറൊരു ഇതുമായിട്ട് ബന്ധമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഫേസ് ലൈൻ എടുത്ത് നമ്മുടെ DC സിസ്റ്റത്തിലെ പോസിറ്റീവ് മുട്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിനൊന്നും ഒരു കേടുപാടും സംഭവിക്കത്തില്ല. കാരണം അവിടെ റെഫറൻസ് ഗ്രൗണ്ടുമായിട്ട് റെഫറൻസ് ഇല്ല. കാരണം അത് ബാറ്ററി വരെ ഉള്ളൂ. ആ സർക്യൂട്ട് എൻ്റയർ സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. എൻ്റെ ആൻസർ. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, DC വയറിംഗ് ചെയ്യുമ്പോൾ വയറിംഗ് ഒരുപാട് ലെങ്ത് കൂടുന്നുണ്ട്. അപ്പോൾ എൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജിന് മാറ്റം വരില്ലേ? എന്നാൽ എങ്ങനെ പരിഹരിക്കാം? ഫ്രണ്ട്സ്, ഇതിന് ഒരേ ഒരു ആൻസർ എൻ്റെ കയ്യിലുള്ളൂ. DC സിസ്റ്റം 12 വോൾട്ട് DC സിസ്റ്റം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എപ്പോഴും വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കൂടുതലായിരിക്കും. അതായത് ഈ ഒരു സിസ്റ്റം ബേസ് ചെയ്ത് ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 12 വോൾട്ട് സിസ്റ്റം വീട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. എപ്പോഴും നമ്മളൊരു വീട് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് 12 വോൾട്ട് സിസ്റ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മുടെ സോളാർ ചാർജ് കൺട്രോളർ തൊട്ട് നമ്മുടെ ഹാൾ, കാരണം എല്ലാ വീട്ടിലും ഹാളാണ് മെയിൻ ഒരു പോയിന്റ്. അവിടെ നിന്നാണ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ പല ഭാഗത്തോട്ട് സ്പ്ലിറ്റ് ആണ്. കാരണം നമ്മുടെ ELCB ബോർഡ് വരെ നമ്മുടെ ഹാളിലായിരിക്കും മാക്സിമം എല്ലാവരും ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സോളാർ ചാർജ് കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് വയർ, ഔട്ട്പുട്ട് കണക്ഷൻ തൊട്ട് നമ്മുടെ ഈ ELCB ബ്രേക്കേഴ്സ്, അതായത് അവിടെ വരെ നമ്മളൊരു 6 mm² കേബിള് വലിച്ചിട്ട് നമ്മൾ ഓരോരോ റൂമിലേക്ക് ഒരു 2.5 mm² കേബിൾ ഇടുക. ഇപ്പോൾ ഒരു റൂമിൽ ചിലപ്പോൾ ഒരു ഫാനോ ഒരു ലൈറ്റോ ആണെങ്കിൽ നമ്മൾ അവിടുന്ന് ആ 2.5 കേബിൾ തന്നെ ജമ്പർ ചെയ്ത് ജസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഇല്ല. ഇനി ഈ പറഞ്ഞ 2.5 കേബിള് അതേപോലെ 6 mm² കേബിള് കോണ്ടിറ്റി കൂടെ കയറുന്നില്ല, അങ്ങനെ പല റെസ്ട്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒറ്റ കാര്യം ചെയ്യുക. നേരെ ഈ 12 വോൾട്ട് എന്നുള്ള കൺസെപ്റ്റ് മാറ്റി 24 വോൾട്ടിലോട്ട് ചിന്തിക്കുക. 24 വോൾട്ടിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് AC കേബിൾ തന്നെ യൂസ് ചെയ്യാം. ആ എക്സിസ്റ്റിംഗ് കേബിൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇപ്പോൾ നോർമൽ വീടുകളിലെ വയറിങ്ങിൽ 1 mm², 1.5 mm² കേബിളൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്ക് ആ കേബിൾ ചേഞ്ചിങ് വരത്തില്ല ഈ 24 വോൾട്ട് സിസ്റ്റം ചെയ്യുമ്പോൾ. അപ്പോൾ 24 വോൾട്ട് സിസ്റ്റം ചെയ്യുമ്പം ഇതുപോലെ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിച്ചാണ്, ഒരു സബ്സ്ക്രൈബേഴ്സും ചോദിച്ചാണ്, കോസ്റ്റ് കൂടുതലാവുന്നത്. കാരണം കോസ്റ്റ് കൂടുതലാണ്. നോർമൽ 12 വോൾട്ട് സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെയായാലും ഒരു 150 Ah ബാറ്ററി നമ്മൾ വെക്കും. 150 Ah ബാറ്ററിക്ക് ഒരു സോളാർ C10 ബാറ്ററിക്കൊക്കെ അറൗണ്ട് 15,500 ആ റേഞ്ചൊക്കെ വരും. അപ്പോൾ നമ്മൾ 24 വോൾട്ട് ചെയ്യുമ്പം ഈ പറഞ്ഞ 150 Ah 15,500 ബാറ്ററി രണ്ടാമത് മേടിക്കേണ്ട ആവശ്യമില്ല. കൺസെപ്റ്റ് മാറി കഴിയുമ്പോൾ നമ്മൾ നേരെ ഇതിനകത്ത് 75 Ah 2 ബാറ്ററി വെച്ചാൽ മതി. അത് സീരീസിൽ കണക്ട് ചെയ്ത് 12 വോൾട്ട് ആയിട്ട് പോയാൽ മതി. ഇപ്പോൾ മാർക്കറ്റിൽ 12 വോൾട്ട്, 24 വോൾട്ട്, 48 വോൾട്ടിൻ്റെ DC എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ഫാന്, LED ലൈറ്റ്, LED ട്യൂബ്. അപ്പോൾ അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് 24-നകത്തും ഉള്ള ഗുണങ്ങളും ദോഷങ്ങളും, 12-ലുള്ള ഗുണങ്ങളും ദോഷങ്ങളും, അതേപോലെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് അടുത്ത ഒരു സെക്ഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത പ്രോജക്റ്റിലെല്ലാം 24 അവർ ബാക്കപ്പ് പറയുന്നുണ്ടല്ലോ, പക്ഷേ ഇതൊരു സൺസെറ്റ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എത്ര നേരം ഓടും? അതായത് 4 ഫാന് 4 ട്യൂബ് അങ്ങനെയൊക്കെ ചോദിച്ച് ഒരു വ്യക്തി എനിക്ക് കമൻറ്റ് ചെയ്തായിരുന്നു. അതിനുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 4 ഫാൻ അവിടെ ഉണ്ടെങ്കിൽ 4 ഫാൻ കണ്ടിന്യൂസ് ഇട്ട് റൺ ആക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറഞ്ഞ ബാക്കപ്പ് കിട്ടത്തില്ല ഈ ഒരു 12 വോൾട്ട് സിസ്റ്റം. എക്സാമ്പിൾ, ഒരു 12 വോൾട്ട് ഫാൻ ഫുൾ സ്പീഡിൽ ഒരു 2.5 ആംപിയർ കൺസ്യൂം ചെയ്യും. അപ്പം നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം, ഈ പറഞ്ഞ 4 ഫാൻസ് അതേപോലെ ഈ പറഞ്ഞ ലൈറ്റുകളെല്ലാം കത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല. എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ പറയാൻ കാര്യം, ആ വീട്ടിൽ ആക്ച്വലി ഇത്ര ഫാൻസ് ഉണ്ട്, പക്ഷേ അത് പകൽ ഓടിക്കാൻ 2 ഫാൻ കണ്ടിന്യൂസ് നൈറ്റിൽ ഓടും. അതൊരു 4th സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ബാക്കപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഇനിയിപ്പം കൂടുതൽ ബാക്കപ്പ് വേണം, കൂടുതൽ ഫാൻ കണ്ടിന്യൂസ് പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ 12 വോൾട്ട് കൺസെപ്റ്റ് നേരെ മാറ്റി ഒരു 24 വോൾട്ട് അല്ല 48 വോൾട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ ഈ 12 വോൾട്ട് സിസ്റ്റം അതായത് 24 വോൾട്ട് സിസ്റ്റത്തിനും ചിലപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നിത്യോപക സാധാരണമായ ഈ CCTVകൾ, അതായത് അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഈ 24 വോൾട്ടിൽ നിന്ന് നിങ്ങൾ ബാക്കി കൂടെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ഇഷ്യൂസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ ഈ 12 വോൾട്ട് സിസ്റ്റത്തിനെ പ്രിഫർ ചെയ്തത്.
പിന്നെ നിങ്ങളുടെ റിക്വയർമെന്റ്സ് ആണ്. ഇപ്പോൾ CCTV കണക്ട് ചെയ്യാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് 24 വോൾട്ടിൽ പോകാം. 24 വോൾട്ടിൽ പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയുന്നത്. കാരണം ബാക്കപ്പ് നല്ലതായിട്ട് കിട്ടും. പക്ഷെ എന്നാൽ തന്നെ അതിന് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അത് എക്സാമ്പിൾ അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. കാരണം ചില ബാഡ് വെതർ എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ഈ റെയിനി സീസൺ തന്നെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. ക്ലൗഡി ആൻഡ് റെയിൻ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ സോളാർ പാനലിൽ പ്രൊഡക്ഷൻ കുറയുകയും അതേപോലെ തന്നെ ആ പകൽ സമയത്ത് നമ്മൾ യൂസ് ചെയ്ത ബാറ്ററിക്ക് സഫിഷ്യൻറ്റ് ചാർജ് കയറത്തില്ല. ആ സഫിഷ്യൻറ്റ് ചാർജ് കയറിയില്ലെങ്കിൽ നമുക്ക് തീർച്ചയായും ബാക്കപ്പ് കിട്ടത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഫേസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓൺ വീട്ടിൽ തന്നെ ഇതുപോലുള്ള പ്രോബ്ലംസ് ഞാൻ നേരത്തെ ഒത്തിരി ഫേസ് ചെയ്തതാണ്. അതിനുള്ള റെമഡീസ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോകളിലെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. അത് ജസ്റ്റ് ഞാൻ നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇതുപോലെ ട്രിപ്പ് ആവുന്നുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് ഇപ്പം ഈ സോളാർ സിസ്റ്റത്തിൻ്റെ ബേസ് ഉള്ള ആൾക്കാരോട് ഞാനൊരു റെക്കമെൻഡേഷൻ പറയുന്നത്, നമ്മളെപ്പോഴും സോളാർ ചാർജ് കൺട്രോളർ, ഫസ്റ്റ് ഞാൻ സോളാർ ചാർജ് കൺട്രോളർ ഒന്ന് പറയാം. കണ്ട, ഇത് ഒരു സോളാർ ചാർജ് കൺട്രോളറാണ്. ഇതൊരു PWM മോഡലാണ്. ഇതൊരു MPPT മോഡലാണ്. ഓക്കെ, ഈ ചാർജ് കൺട്രോളർ സാധാരണ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ഈ സോളാർ സിസ്റ്റത്തിൽ ചാർജർ, അതായത് ഈ സോളാർ ചാർജർ കൺട്രോളർ യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്ററിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ബാറ്ററിയെ ഏതൊക്കെ രീതിയിലാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതായത് നമ്മൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഒരു ബൾബ് ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് ഫുള്ള് അതായത് ആ ബാറ്ററിയുടെ ചാർജ് തീരണം വരെ അത് ഫുള്ള് ആ ചാർജ് വലിച്ചെടുക്കും, ഡിസ്ചാർജ് ആയിട്ടില്ല. അപ്പോൾ ബാറ്ററിയുടെ പിന്നെ ആയുസ് കുറയും. ഓക്കെ, അതായത് അതിൻ്റെ സ്റ്റെബിലിറ്റി ഫുള്ള് നഷ്ടപ്പെടും. അപ്പോൾ അതൊരു ഫസ്റ്റ് പ്രോബ്ലം. അതായത് ബാറ്ററിയെ ഡീപ്പ് ഡിസ്ചാർജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയും അതേപോലെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിനെ കട്ട് ഓഫ് ചെയ്യണം. അങ്ങനെ ഫുൾ ചാർജായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് എടുത്തിരുന്ന് കഴിഞ്ഞാൽ ബാറ്ററിയുടെ സെല്ലെല്ലാം ചൂടാവുകയും ചെയ്യും. പിന്നെ അതിനകത്തെ എന്താ പറയണ്ടേ, അതിനകത്തെ ലിക്വിഡ്, ഇപ്പം ലിക്വിഡിൻ്റെയൊക്കെ ചില ചേഞ്ചസ് ഒക്കെ വരും, അതിൻ്റെ ഗ്രാവിറ്റി ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് വരും. അപ്പം അതാണ് ഈ കൺട്രോളർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബാറ്ററിയെ ഡീപ്പ് ഡിസ്ചാർജിൽ നിന്നും ഓവർ ചാർജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, ഇപ്പം ഇൻ കേസ് ഒരു ബാറ്ററി ഒരു ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ അത് ഫ്ലോട്ടിങ്ങിൽ പോകും. കാരണം തീരുന്ന അനുസരിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് തന്നെ ഇരിക്കും. അങ്ങനെ അതാണ് ഈ സോളാർ ചാർജ് കൺട്രോളർ MPPTയും PWM ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ബാക്കപ്പ് ഇഷ്യൂ ആണ് നമ്മുടെ പ്രോബ്ലം. അപ്പം ഈ പറഞ്ഞ രണ്ട് സോളാർ ചാർജ് കൺട്രോളറിൽ ലോഡിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ കട്ട് ഓഫ്. അതായത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഒരു കൺട്രോളറിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10.8 ആണ് ഡിഫോൾട്ട് എന്ന് പറയുമ്പം എപ്പോൾ നമ്മുടെ ബാറ്ററി ഇപ്പം ഈ പറഞ്ഞ ബാക്കപ്പ് പറയുന്ന കേസ് പറയുമ്പം എന്തായാലും വോൾട്ടേജ് കുറയുമ്പോഴാണല്ലോ ഈ സാധനം ട്രിപ്പ് ആകുന്നത്, അപ്പോഴാണല്ലോ ബാക്കപ്പ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ 10.8 വോൾട്ടേജ് റീച്ച് ആയി കഴിയുമ്പോഴത്തേക്ക് നേരെ കൺട്രോളർ ഔട്ട്പുട്ട് സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ വീട്ടിലെ സോളാർ സിസ്റ്റം ട്രിപ്പായി, DC സോളാർ സിസ്റ്റം ട്രിപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ടിപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു ട്രാൻസ്ഫോമർ കൊടുക്കാം. ചുമ്മാ ഒരു ട്രാൻസ്ഫോമർ കൊടുത്ത് കണ്ടിന്യൂസ് ചാർജ് കൊടുത്ത് അത് ഫുള്ളാകുന്ന വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് മൊത്തം ട്രാൻസ്ഫോമർ വലിച്ചെടുക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സോളാർ സിസ്റ്റം ഒരു 2 മണി വെളുപ്പിന് 2 മണി ആകുമ്പോൾ ട്രിപ്പായെന്ന് വെച്ചു. ആ ട്രിപ്പാകുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്ഫോമർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ലോഡ് നമ്മുടെ വീട്ടിൽ എടുക്കുന്നുണ്ട്, ചാർജിങ് കയറണമെന്നുണ്ടെങ്കിൽ അത് നേരം വെളുക്കുന്നവരെ വരെ ഈ ട്രാൻസ്ഫോമർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ട് സോളാർ പാനലിൽ രാവിലെ കറണ്ട് വന്ന് അതിൻ്റെ കൂടെ ഒരു ബൂസ്റ്റിംഗ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പിന്നെ നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആകത്തുള്ളൂ. അപ്പോൾ അതിനൊരു ജസ്റ്റ് ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചാർജിങ് കട്ട് ഓഫ് സിസ്റ്റം ഉണ്ടാക്കുക. ചാർജിങ് കട്ട് ഓഫ് സിസ്റ്റം ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളറിൻ്റെ സെറ്റ് പോയിന്റ് ആണ്, അതായത് കട്ട് ഓഫ് സെറ്റ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില ആൾക്കാർ മാനുവലി തന്നെ അത് മാറ്റുന്നുണ്ട്. ഈ 10.8 എന്നുള്ളതൊക്കെ ചിലതൊക്കെ മാറ്റുന്നുണ്ട്. കാരണം ഈ CCTV പോലുള്ള എക്യുപ്മെൻറ്റ്സ് ഈ DC സോളാർ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ ഹാർഡ് ഡിസ്കിന് 2 പവർ സപ്ലൈ ആണുള്ളത്, ഒന്ന് 5 വോൾട്ട് ഒന്ന് 12 വോൾട്ട്. അപ്പോൾ 12 വോൾട്ട് കറക്റ്റ് സഫിഷ്യൻ്റ് ആയിട്ട് അതിനകത്ത് ചെന്നില്ലെങ്കിൽ നേരെ ഹാർഡ് ഡിസ്ക് ജാം ആകാൻ തുടങ്ങും. ഒരു 11.5 വരെ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് സ്റ്റോപ്പ് ആവും. പിറ്റേ ദിവസം നിങ്ങൾ ഇന്ന് ബാക്കപ്പ് നോക്കുമ്പോൾ ഹാർഡ് ഡിസ്ക് എറർ ആയിരിക്കും കാണിക്കുന്നത്. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളറിനകത്ത് നമ്മൾ കറക്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 11.5 നമ്മൾ സെറ്റ് ചെയ്യുക, അതേ വെക്കാവുള്ളൂ. വെച്ചിട്ട് നിങ്ങൾ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോമറിനകത്ത് ഒരു കട്ട് ഓഫ് റിലേ സെറ്റ് ചെയ്യുക. കട്ട് ഓഫ് റിലേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൺട്രോളർ ട്രിപ്പ് ആകുന്നതിൻ്റെ മുകളിലെ വാല്യൂ വെച്ച് അത് കട്ട് ഓഫ് സ്റ്റാർട്ട് ആക്കാനുള്ള സെറ്റപ്പ് ആക്കാവുള്ളൂ. എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കൺട്രോളർ ഒരു 10.8
കട്ട് ഓഫ് ആവും, അതായത് ട്രിപ്പ് ആവും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി എന്നുള്ള മോണിറ്ററിംഗ് കൂടാണ് ഈ സർക്യൂട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് ആണ് നമ്മുടെ ഈ കട്ട് ഓഫ് സിസ്റ്റവും മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ 10.8 എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളർ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ 11 വോൾട്ടേജ് സെറ്റ് ചെയ്യുക, പോയിന്റ് നമ്മൾ വെക്കുക. അപ്പോൾ 11 പോയിന്റ് സെറ്റ് പോയിന്റ് നമ്മൾ ജസ്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ CCTV വെക്കുന്നവരുടെ കേസിലാണ് ഞാൻ പറയുന്നത് ആ 11.5 സെറ്റ് ചെയ്യാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ CCTV ഒന്നും ആരും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 11 വോൾട്ടേജ് സെറ്റ് ചെയ്യാം. 11 വോൾട്ടേജ് സെറ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു കൺസെപ്റ്റിൽ നല്ലത്. കാരണം ഇതിനകത്ത് കൂടുതൽ കറണ്ട് ചാർജ് വരത്തില്ല. കറണ്ട് ചാർജ് കുറയ്ക്കുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ ഗുണം. അതായത് ഇപ്പം നമ്മൾ ഇതിനകത്തൊരു ചാർജിങ് കട്ട് ഓഫ് സിസ്റ്റത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു സർക്യൂട്ടാണ്. ആ സർക്യൂട്ടിനകത്ത് നമ്മളൊരു റിലേ ത്രൂ ട്രാൻസ്ഫോമറിനെ ഡ്രൈവ് ചെയ്യും. അപ്പം ഈ ട്രാൻസ്ഫോമറിൻ്റെ റിലേ എപ്പോഴാണ് എനർജൈസ് ചെയ്യുന്നത്? ഈ ബാറ്ററിയുടെ വോൾട്ടേജിനെ മോണിറ്റർ ചെയ്താണ് ഈ റിലേ എനർജൈസ് ആണ്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 11 വോൾട്ടേജിൽ നമ്മുടെ ഈ പറഞ്ഞ കട്ട് ഓഫിൻ്റെ റിലേ എനർജൈസ് ആവും. അതായത് ഒരു 12.5 വെക്കുക. കാരണം 14 വോൾട്ടാണ് ഫുൾ ചാർജ്. അപ്പോൾ അത്രയും വോൾട്ടേജ് വരെ നമുക്ക് റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രാൻസ്ഫോമർ പ്രവർത്തിക്കണം, ലോഡ് എടുക്കാതെ. കാരണം നമ്മുടെ വീട്ടിൽ രാത്രിയിലൊക്കെ ലോഡ് എന്തായാലും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഏകദേശം നേരം വെളുക്കുന്നത് വരെ ഈ ട്രാൻസ്ഫോമർ റണ്ണായിരിക്കും. ആ ട്രാൻസ്ഫോമർ അങ്ങനെ റണ്ണായിരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലെ KCBയിൽ നിന്ന് കൺസ്യൂം ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 150H ബാറ്ററി ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയായാലും നല്ല ക്വാളിറ്റി ട്രാൻസ്ഫോമറാണ് നമ്മൾ വൈൻഡ് ചെയ്ത് എടുക്കുന്നത്. അതൊക്കെ ഞാൻ പൂനെന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനമൊക്കെ പെട്ടെന്ന് ഷീറ്റായി ഒത്തിരി കരിഞ്ഞു കത്തി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 150H ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഇതിന് ഒരു 250 വാട്ട്സിനടുത്ത് കൺസ്യൂം ആകും KSCBയിൽ നിന്ന്. അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ രാത്രി 12 മണിക്ക് ട്രിപ്പ് ആവുന്ന സിസ്റ്റം നേരം വെളുക്കുന്നതും വരെ ഓടുകയാണെന്നുണ്ടെങ്കിൽ 250 വാട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ യൂണിറ്റ് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു സിനാരിയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സിസ്റ്റം ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്ത സമയത്ത് ഇതുപോലെ ബാഡ് വെതറിൽ ഇതുപോലെ ട്രിപ്പായി പോയി. പിന്നെ അത് മാത്രമല്ല വീട്ടിൽ ഞാൻ ഓരോ പ്രാവശ്യം ലോഡ് കൂട്ടി കൊടുക്കുകയാണ്. കാരണം ഡിസൈൻ അഗനിസ്റ്റ് ആയിട്ട് തന്നെ. അപ്പോൾ ഞാൻ ഡിസൈന് മാറുന്നുണ്ട് പാരലലി. ഒത്തിരി ലോഡ് ആദ്യം 2 ഫാനിലായിരുന്നു പരിപാടി എല്ലാം പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പം വീട്ടിലെ ഫുൾ ഫാൻസ്, ലൈറ്റ്, ഔട്ട്സൈഡ് ഏരിയ, അതായത് ഏകദേശം ഒരു 90% DC സിസ്റ്റത്തിലാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓടുന്നത്. അപ്പം അത്രയും കാര്യം ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ട്രാൻസ്ഫോമർ കണ്ടിന്യൂസ് റൺ ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൺസ്യൂം ആകും കറണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ബെറ്റർ ഒരു സിസ്റ്റം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 11 വോൾട്ടിൽ ജസ്റ്റ് മോട്ടർ, അതായത് ഈ ട്രാൻസ്ഫോമർ സ്റ്റാർട്ട് ആവും. അതിനകത്ത് 12.5 വോൾട്ട് ആകുമ്പോഴത്തേക്ക് ഈ റിലേ നോർമലാവും. അപ്പോൾ ട്രാൻസ്ഫോമർ ഓഫ് ആവും. അതാണ് വീട്ടിലെ കൺസെപ്റ്റ്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 11 വോൾട്ട് വന്ന സമയത്ത് ട്രാൻസ്ഫോമർ സ്റ്റാർട്ടായി. അപ്പോൾ ട്രാൻസ്ഫോമർ സ്റ്റാർട്ട് ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് വോൾട്ടേജ് റൈസായി വരും. കാരണം നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് 15 വോൾട്ടാണ്. എപ്പോഴും നമ്മൾ ബാറ്ററിയുടെ വോൾട്ടേജിനേക്കാളും കൂടുതൽ വോൾട്ടേജ് പ്രിഫർ ചെയ്യുള്ളൂ ട്രാൻസ്ഫോമറിന്. എന്നാൽ മാത്രമേ നമുക്ക് ചാർജിങ് സഫീഷ്യൻ്റ് ആയിട്ട് കയറത്തുള്ളൂ. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഇപ്പോൾ 11 വോൾട്ടിലാണ് കട്ട് ഓഫ് റിലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 11 വോൾട്ട് റീച്ച് ആകുമ്പോൾ ട്രാൻസ്ഫോമർ സ്റ്റാർട്ട് ആവും. 12.5 എത്തുമ്പോഴത്തേക്ക് ട്രാൻസ്ഫോമർ ഓഫ് ആവും. പക്ഷേ ഞാൻ ആ സിസ്റ്റം ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഈ 12.5 എന്നുള്ളൊരു 13-14 വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ 13-14 വോൾട്ടേജ് വരെ റീച്ച് ആകത്തില്ല നേരം വെളുക്കുന്നിടം വരെ. കാര്യം നമ്മുടെ വീട്ടിലെ ഫാനും ലൈറ്റും എല്ലാം നൈറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബേസിൽ. കാരണം ഔട്ട്സൈഡ് ലൈറ്റൊന്നും നമ്മൾ ഓഫ് ചെയ്യാറില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഫുള്ള് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നില്ല. അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 12.5 വെക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബാറ്ററി ഒന്ന് ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് സെറ്റ് പോയിന്റിൽ റീച്ച് ആവുകയും ചെയ്യും, ട്രാൻസ്ഫോമർ ഓഫ് ആവുകയും ചെയ്യും. പക്ഷേ ഞാൻ അവിടെ തൊട്ട്, അതായത് ആ റീച്ച് ആവുന്ന സമയത്ത് ഞാനൊരു ഡിലേ ഓഫ് സർക്യൂട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് വെക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 12 വോൾട്ടിൽ ഇപ്പം ട്രാൻസ്ഫോമർ കട്ട് ഓഫ് ആയി. ഓക്കെ, അത് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് 10 മിനിറ്റ് ആയി കഴിയുമ്പോൾ പിന്നെയും അത് ഡൗൺ ആയിട്ട് വന്ന് 11 വോൾട്ടിലാവുകയും ചെയ്യും. പിന്നെ ട്രാൻസ്ഫോമർ സ്റ്റാർട്ട് ആവും. അങ്ങനെ എന്ത് പറയണ്ടേ, വന്നു പോയി എന്നുള്ള ആ ഒരു സ്ക്വയർ വേവ് പോലെ ഇങ്ങനെ സ്വിച്ചിങ് പൾസ് പോലെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൾസ് പോലെ നടക്കുമ്പോഴത്തേക്കുള്ള പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യം പൾസ് പോകും തോറും നമ്മുടെ റിലേയുടെ കോൺടാക്ട്സിന് പല പ്രശ്നങ്ങൾ വരും. കാരണം ഒരു വർഷം ഓടേണ്ട റിലേസ് ചിലപ്പം
ആക്ച്വലി ഒരു മാസം കൊണ്ട് പോകും. കാരണം അതിനകത്ത് കോൺടാക്റ്റ്, അതായത് റിലേയുടെ അകത്ത് ഒരു NONC, അത് ഒരു കോൺടാക്റ്റ് ഉണ്ട്, അതിന് CB എന്നാണ് പറയുന്നത്, CB പോയിന്റ്, അതായത് കോൺടാക്ട് ബ്രേക്ക് പോയിന്റ്. അപ്പോൾ അതിനൊക്കെ പ്രോബ്ലംസ് വരും. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ 11 വോൾട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് നേരെ റിലേ സ്റ്റാർട്ട് ആവും. റിലേ എനർജൈസ് ആകുമ്പോൾ ട്രാൻസ്ഫോമർ സ്റ്റാർട്ട് ആവും. ട്രാൻസ്ഫോമർ സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം 12.5 എത്തി കഴിയുമ്പോഴത്തേക്ക് ട്രാൻസ്ഫോമർ ഓഫ് ആവും. അവിടെ തൊട്ട് എൻ്റെ ഒരു സിസ്റ്റത്തിൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവും. കൗണ്ട് ഡൗൺ എന്ന് പറയുമ്പോൾ ഞാൻ ഡിലേ ഓഫ് റിലേ ഒരു PLC ത്രൂ ഒക്കെ പ്ലാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരെ ഈ റിലേ ഡീഎനർജൈസ് ആകുമ്പോൾ തൊട്ടേ കൗണ്ട് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ അതിനകത്ത് ഞാൻ വെച്ചേക്കുന്നത് 1.5 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. 1.5 മണിക്കൂർ ഇത് ഹോൾഡ് ചെയ്ത് തന്നെ ഇരിക്കും, ട്രാൻസ്ഫോമർ റണ്ണായിട്ട് തന്നെ ഇരിക്കും. അപ്പം ബാറ്ററിയുടെ ചാർജ് കയറുകയും ചെയ്യും. പിന്നെ കറക്റ്റ് 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫോമർ ഓഫ് ആയി പോകും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് ലോ ആകത്തില്ല ബാറ്ററി. പിന്നെ ഒരു 2-3 മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടും. ഓക്കെ, 3-4 മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് സ്റ്റാർട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നൈറ്റിൽ അഥവാ ഇൻ കേസ് 2 മണിയാകുമ്പോൾ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ കൂടിപ്പോയ 2 ചാർജിങ് നടക്കും. അതായത് 3 അവർ എനിക്ക് ചാർജിങ് കയറും. അതായത് 1.5-3 അതിലെനിക്ക് കൂടുതലും വലുതായിട്ട് കൺസ്യൂം ആകത്തില്ല. കാരണം ചില ലോഡിനെ അപേക്ഷിച്ച് ചില ലൈറ്റിൽ സിറ്റുവേഷൻ അനുസരിച്ച് ചില വാട്ട്സിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു 1 യൂണിറ്റാണ് മിക്കവാറും നൈറ്റിൽ കൺസ്യൂം ആകുന്നത്. പക്ഷേ എനിക്ക് 1 യൂണിറ്റ് കൺസ്യൂം ആയാലും 3 യൂണിറ്റ് കൺസ്യൂം ആയാലും എൻ്റെ കേസിൽ എനിക്ക് പ്രോബ്ലം ഇല്ല. കാരണം നിങ്ങൾക്കായാലും 1 യൂണിറ്റ് നോ പ്രോബ്ലം. കാരണം ഔട്ട്സൈഡിൽ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഫാനും ഔട്ട്സൈഡ് ലൈറ്റുകളും ഈ പറഞ്ഞ CCTV കാര്യങ്ങളെല്ലാം അല്ലാതെ നിങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ തന്നെ 1 കൂടുതൽ കൺസ്യൂം ആകുന്നുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 1 യൂണിറ്റ് കൺസ്യൂം ആകുന്നതിൻ്റെ പ്രോബ്ലം ഇല്ലെന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം അല്ലാതെ തന്നെ നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റം ഉള്ളതുകൊണ്ട് എല്ലാം കൊണ്ടും ടാലി ആയി പോകും. അപ്പം ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യന്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ജസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ബാക്കപ്പ് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ നേരെ ഈ 12 വോൾട്ട് എന്നുള്ള കൺസെപ്റ്റ് മാറ്റി 24 ആക്കുക. അപ്പോൾ 24 എന്തായാലും 12-നേക്കാട്ടിലും ബാക്കപ്പ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇനി ഒത്തിരി അപ്ലയൻസ് ലൈക്ക് ഫാനും ലൈറ്റും അങ്ങനെ ലോഡ് ഒരുപാടുണ്ടെങ്കിൽ നേരെ പോകേണ്ടത് 48 വോൾട്ടിലോട്ട് പോവുക. ഒരു ട്രിപ്പിങ്ങും ആകത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ 48-ൻ്റെ ബാറ്ററി ആവുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എത്ര 4 ബാറ്ററി വെക്കേണ്ടി വരും. 4 ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന 150 AH 75 AH വെക്കേണ്ട ആവശ്യമില്ല. അതിനെക്കാട്ടിലും ഒരു താഴ്ന്ന റേഞ്ച് ഒരു 65 അങ്ങനെയൊക്കെ വല്ലതും വെച്ചാൽ ഒരു കുഴപ്പമില്ല. അതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പം നിങ്ങൾക്ക് പാനലിനകത്ത് ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ് ഈ ഒരു സംഭവം ആക്ച്വലി. കാര്യം ഈ 48-ൻ്റെ ഒക്കെ ട്യൂബ് ഒക്കെ കിട്ടാൻ ഇപ്പം ഒന്നാമത്തെ കാര്യം കൊറോണ കേസ് പ്ലസ് അല്ലാതെ തന്നെ ഇത് ആമസോണിലൊന്നും അങ്ങനെ കിട്ടാറില്ല. മേടിക്കുമ്പോൾ നല്ല സാധനം മേടിക്കുക. ഇനി അഥവാ ഇനി ട്യൂബ് ലൈറ്റ് ഒന്നും ഈ പറഞ്ഞ രീതി കിട്ടിയില്ലെങ്കിൽ 230 വോൾട്ടിനെ എങ്ങനെ ആക്കണം എന്നുള്ള ഒരു ടെക്നിക്ക് ഞാൻ നേരത്തെ ഉപയോഗിച്ചതൊക്കെ ഞാൻ ഓരോരോ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്യാനുള്ളത് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, CCTV, പിന്നെ സോളാർ റിലേറ്റഡ് ഓൾ ആൾക്കാർ, അതായത് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരും ഇതിനുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരും ഇത് പഠിക്കാൻ താല്പര്യമുള്ളവരും തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എൻ്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അതേപോലെ ഈ സോളാർ ചാർജ് കണ്ടുള്ളത് MPPT ആണെന്നോ അതോ PWM ആണോ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് റിവ്യൂ ചെയ്ത് തരാം. കാരണം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒത്തിരി കബളിപ്പ് നടക്കുന്നുണ്ട് MPPT എന്നും പറഞ്ഞ്. കാരണം ഏറ്റവും കൂടുതൽ മലയാളീസ് നമ്മൾ എപ്പോഴും ചാടി വീഴുന്നത് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറവിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് ചാടി വീഴുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കൺട്രോളർ യൂസ് ചെയ്യുന്നു, കാരണം ഇതെന്ന് വെച്ചാൽ കോസ്റ്റ്ലി കൂടുതലാണ്. ഇതിൻ്റെ പെർഫോമൻസ് എന്തോ എന്നുള്ളത് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇത് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇപ്പം എന്നെപ്പോലെ വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ഒരു വെബ്സൈറ്റിൽ വരുന്നത് MPPT ആണ്, ഇതിനേക്കാളും പകുതി റേറ്റേ ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും മലയാളികളായ നമ്മൾ ചാടി വീഴും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ MPPT ആണോ PWM ആണോ എന്നുള്ളത് ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. ഇതിൻ്റെ ക്യാപ്ഷൻ അല്ല MPPT ആണ്, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഞാൻ കണ്ടുപിടിച്ചത് ഇത് PWM ആണ്. നമ്മളെ പറ്റിച്ചതാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പറ്റീര് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നും ഏതൊക്കെ രീതിയിൽ ടെസ്റ്റിങ് നടത്തി നമുക്ക് MPPT ആണോ PWM ആണോ എന്ന് കണ്ടുപിടിക്കാമെന്നുള്ളൊരു ടെസ്റ്റ് ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണുക. ഞാൻ ഇടുന്ന ഓരോ ഷെയർ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകാതെ മാക്സിമം ഞാൻ ഏറ്റവും ലെങ്ത് കുറച്ചുകൊണ്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ ശ്രമിക്കുന്നത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ സമയം കിട്ടുമ്പം ജസ്റ്റ് എല്ലാവരും കാണുക. എല്ലാം ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിരിക്കും ഞാൻ മാക്സിമം ഇടുന്നത്. സാധാരണ യൂട്യൂബേഴ്സ് ഇടുന്ന പോലുള്ള വീഡിയോ ഇല്ല, വെറൈറ്റി വീഡിയോസ് ഞാൻ കൊണ്ടുവരാറുള്ളൂ മാക്സിമം. ഓക്കെ,
അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടുവന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ സോളാർ പാനലിൻ്റെ വാട്ട്സ് ബേസ് ചെയ്തല്ല കൺട്രോളർ നിർണ്ണയിക്കുന്നത്, ആംബിയർ ബേസിലാണ് നിർണ്ണയിക്കുന്നത്. ഇനിയിപ്പം ചില സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഇത് ഇത്ര വാട്ട്സിൻ്റെ പാനലുണ്ട്, അതിന് എത്ര സോളാർ ചാർജ് കൺട്രോളർ വെക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മുടെ സോളാർ പാനൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു 380 വാട്ട്സിൻ്റെ പാനൽ, അല്ലെങ്കിൽ 150 വാട്ട്സിൻ്റെ പാനൽ, അല്ലെങ്കിൽ 250 വാട്ട്സിൻ്റെ പാനൽ, ഇത്തരം വാട്ട്സിൻ്റെ പാനൽ നിങ്ങൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 250 വാട്ട്സിൻ്റെ പാനലിൽ 250 കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതേപോലെ 100 വാട്ട്സിൻ്റെ പാനലിൽ നിങ്ങൾ മേടിച്ച് വെക്കുമ്പോൾ 100 വാട്ട്സ് എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. എത്ര ഹെവി വെയിലുണ്ടായാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം സാധാരണ പാനലിൻ്റെ കപ്പാസിറ്റി പറയുമ്പോൾ ഏകദേശം 75% ഔട്ട്പുട്ടേ നിങ്ങൾക്ക് എപ്പോഴും പാനലിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ ഏറ്റവും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം സ്ഥിരം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതിൻ്റെതായിട്ടൊരു എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. സാധാരണ ഇപ്പോൾ ഒരു 3 kW ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3000 വാട്ട്സ് പാലാണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ഇപ്പോൾ 3000 വാട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ, ആസ് പെർ കാൽക്കുലേഷൻ അനുസരിച്ച് 3000 വാട്ട്സ് നമ്മൾ പാനൽ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് KCB, അതായത് 3 kVക്ക് മാക്സിമം നമുക്ക് കിട്ടുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12-13 യൂണിറ്റ്. അത് ഈ യൂണിറ്റ് ബേസിലായതുകൊണ്ട്, കിലോവാട്ട് അവറിലായതുകൊണ്ട് അത് അങ്ങനെ ആ യൂണിറ്റ് ബേസിൽ പൊയ്ക്കോളും. ഈ പറഞ്ഞ വാട്ട്സ് വന്നാലും ഇച്ചിരി ഫ്ലക്ച്വേറ്റ് ആയാലും ഈ പറഞ്ഞ ഇതിനെ യൂണിറ്റിനെ എഫക്റ്റ് ചെയ്തില്ല. എന്നാലും ഞാൻ ഈ ഒരു വാട്ട്സിൻ്റെ കേസിൽ ഞാനിത് പറയാൻ കാര്യം, ഇപ്പോൾ ഒരു 3 kWൻ്റെ ഒരു സിസ്റ്റം നമ്മൾ കറക്റ്റ് 3000 പാനൽ, അതായത് 3K പാനൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പീക്കിന് അതിൻ്റെ ട്രെൻഡ് നോക്കാമെങ്കിൽ ഏറ്റവും മാക്സിമം പോകുന്നത്, ഏറ്റവും നല്ല വെയിലുള്ള സമയത്ത് ഞാൻ ചെക്ക് ചെയ്തതാണ്, അതിനകത്ത് 2.3 അല്ലെ 2.4 അത്ര എഫിഷ്യൻസിയെ കിട്ടത്തുള്ളൂ. അത്രയും, അതായത് 3 kWൻ്റെ സിസ്റ്റത്തിൽ 2.4 വാട്ട്സ് വരെ റീച്ച് ആകത്തുള്ളൂ. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ചാനലിലെ ഒരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു ഫ്ലക്ച്വേഷൻ. അപ്പോൾ ഞാനിത് എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് നമ്മുടെ കയ്യിലിരിക്കുന്ന സോളാർ പാനലിൻ്റെ വാട്ട്സ്, ഇപ്പോൾ എക്സാമ്പിൾ 100 വാട്ട്സിൻ്റെ പാനലാണെങ്കിൽ 100 വാട്ട്സ് നമുക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം 75% എഫിഷ്യൻസി നമുക്ക് മാക്സിമം കിട്ടത്തുള്ളൂ. പിന്നെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വേണം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ചില പാനൽസ് അതിനകത്തൊക്കെ ഞാൻ ചില കറണ്ട് കൂടുതൽ മെഷർ ചെയ്ത് അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ് നിങ്ങളുടെ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ്ലമാണ്, നിങ്ങൾക്ക് ആ പാനലിൽ നിന്ന് അത്രയും കറണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് ഞാൻ പാനൽ ഫാക്ടറി പറഞ്ഞ് ചെയ്യുന്നത്. പക്ഷെ അവരവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇത് ഈ പാനലിൻ്റെ സെല്ല് സീരീസ് കോമ്പിനേഷൻ പാരലി വെച്ച് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വോൾട്ടേജ് കുറച്ച് കറണ്ട് കൂട്ടി ചെയ്യുന്ന കുറേ സിസ്റ്റം പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പാനൽസാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാക്കി പാനൽസ് ഒന്നും കൊള്ളത്തില്ല എന്നുള്ള ഒരു വാദവും എനിക്കില്ല. ഞാനിപ്പം ഈ കൂടുതലും ഞാൻ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള പാനൽ യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വീടുകളിലെ ഏരിയ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് അത്ര ഔട്ട്പുട്ട് 3 പാനൽ കിട്ടണം. 3 പാനൽ വെക്കുമ്പോൾ കിട്ടുന്ന എഫിഷ്യൻസി നമുക്ക് സിംഗിൾ പാനലിൽ കിട്ടുന്നെങ്കിൽ ബെറ്റർ നമുക്ക് സിംഗിൾ പാനൽ തന്നെ ചെയ്യും. അത് ആ ഒരു ബേസിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ഈ ഒരു പോയിന്റിലോട്ട് വരാൻ കാര്യം, നമ്മുടെ ഈ സോളാർ ചാർജ് കൺട്രോളർ എപ്പോഴും നിർണ്ണയിക്കുന്നത് പറഞ്ഞത് വാട്ട്സിലല്ല, എപ്പോഴും ആംബിയർ റേറ്റിലാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര വാട്ട്സിൻ്റെ ചാർജ് കൺട്രോളർ വെക്കണമെന്നാണ്. അപ്പോൾ അത് അവർ ചോദിച്ച ചോദ്യത്തിൽ ഒരു തെറ്റുമില്ല. കാരണം എല്ലാ സോളാർ ഇൻവെർട്ടറിലും അതിൻ്റെ PV, അതായത് സോളാർ പാനൽ കണക്ട് ചെയ്യുന്ന ടെർമിനലിൽ അവിടെ എഴുതിക്കൊണ്ട് വി ക്യാൻ കണക്ട് അപ് ടു 500 വാട്ട്സ് അല്ലെങ്കിൽ 700 വാട്ട്സ് എന്നവർ കൊടുത്തപ്പോൾ. പക്ഷെ അതേ നിങ്ങൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ ഈ വാട്ട്സിൽ ഒത്തിരി പറയുമ്പോൾ എല്ലാവരും ആയിരിക്കും കറക്റ്റ് ആയിരിക്കുന്നത്. എക്സാമ്പിൾ പറയുന്ന ഒരു ഇൻവെർട്ടർ ഒരു 800 Wയുടെ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 800 വാട്ട്സാണ് പറയുന്നത്. ഒരു ചിലപ്പോൾ 600 വാട്ട്സ് ആകുമ്പോഴത്തേക്ക് അത് ട്രിപ്പ് ആവും. അത്രയും കപ്പാസിറ്റി ആണല്ലോ. എല്ലാം റൗണ്ട് ചെയ്തായിരുന്നു ആൾക്കാർ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. അതൊരു ബിസിനസ് ട്രിക്ക് കൂടാ. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വീട്ടിലൊരു എക്സിസ്റ്റിംഗ് പാനലുണ്ട്. ആ പാനലിൻ്റെ വാട്ട്സ് നിങ്ങൾക്ക്
വാട്ട്സ് ഏകദേശം നിങ്ങൾക്ക് അറിയാം, അതായത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് ഏത് ചാർജ് കൺട്രോളറാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഞാൻ ടിപ്പായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആംഗിൾ അത് കറക്റ്റ് ആണെന്ന് നോക്കുക. കാരണം അതിന് സാധാരണ ഓരോ ലാറ്റിറ്റ്യൂഡ് അനുസരിച്ച് മാറും. സൗത്ത് ഫേസ് ചെയ്താണ് സെറ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ആംഗിൾ സെറ്റിങ്ങിൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നേരെ ക്ലാമ്പോമീറ്ററോ ആംബിയർ മീറ്ററോ പാനലിൽ കണക്ട് ചെയ്യുക. 12 മണി സമയത്ത് പോയി നിങ്ങൾ സൗത്ത് ഫേസ് ചെയ്ത് നിങ്ങൾ ആംഗിൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കറണ്ട് ആ സമയത്ത് കിട്ടുന്ന എവിടെയെന്ന് വെച്ചാൽ അവിടെ വെച്ച് ആംഗിൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ജസ്റ്റ് ഒരു എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞത്. വേറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ടിപ്പാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കറണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 9 ആംബിയറാണെന്ന് വെച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ 10 ആംബിയറിൻ്റെ കറണ്ട് ചാർജർ ചൂസ് ചെയ്തു, നോ ഇഷ്യൂ. പിന്നെ അതേപോലെ 20-ന് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തെ 20 ആംബിയറിൻ്റെ വെക്കാം. ഇനി 20-ന് മുകളിലാണെങ്കിൽ 30 ആംബിയറിൻ്റെ സോളാർ ചാർജ് കൺട്രോളർ മേടിക്കാം. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ 30 ആംബിയറിൻ്റെ ഒരു സോളാർ ചാർജ് കൺട്രോളർ മേടിക്കുന്നതായിരിക്കും ബെറ്റർ. കാര്യം നിങ്ങളിപ്പോൾ 10 ആംബിയറിൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ലോഡ് കൂട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രോളർ മാറേണ്ടി വരും. ഇതാകുമ്പോൾ 30 ആംബിയർ ആയി കഴിയുമ്പോഴത്തേക്ക് വി ക്യാൻ കണക്ട് 0 to 1 to 30 ആംബിയർ ലോഡ് നമുക്ക് കണക്ട് ചെയ്യാം 30 ആംബിയറിന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ 30 ആംബിയർ ആയിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടുക. അതിന് എന്നെ കൊണ്ടാവുന്ന എൻ്റെതായിട്ടുള്ള രീതിയിൽ മറുപടി തരാം. ഞാൻ ഈ പറഞ്ഞ ആൻസറിന് എന്തെങ്കിലും ഒരു ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വെറൈറ്റി വീഡിയോസ് ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ യൂട്യൂബിലൊന്നും നിങ്ങൾ കാണാത്ത പല വീഡിയോസ് ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.